ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീ സുതാ ജയ. എല്ലാവർക്കും നമസ്കാരം. വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് 20-ാമത്തെ അധ്യായം. ശംഖമുനീന്ദ്രനെ വന്ദനം ചെയ്തവൻ ശംഖതീർന്നിടുവാൻ ചോദിച്ചു. പിന്നെയും വൈകുണ്ഠമൂർത്തിയെ ചിന്തിച്ചു. ധർമ്മങ്ങൾ ബോധേന ചെയ്യുന്നു കേട്ടു ധരിച്ചു ഞാൻ. എങ്ങനെ വിഷ്ണുവെന്നും ഹരിലക്ഷണം എങ്ങനെ പിന്നെ പ്രമാണമെന്നുള്ളതും മംഗലമാരാൽ അറിയുമെന്നും തഥാ എങ്ങനെ മാധവ ധർമ്മമെന്നുള്ളതും തൽപ്രീതിയും അരുൾ ചെയ്തു കേട്ടിടുവാൻ ഉൾപ്പൂവിലാശ വളർന്നുകൂടി മമ എന്നതു കേട്ടു മുനീവരൻ. മാധവൻ തന്നെ വണങ്ങി പറഞ്ഞു തുടങ്ങിനാൻ. ബ്രഹ്മാതിശുദ്ധ മുനീവരന്മാരാലും ചെമ്മേ അറിഞ്ഞുകൂടാ മധുവൈരിയെ. പൂർണ്ണ ഗുണങ്ങളും സമ്പൂർണ്ണ ശക്തിയും പുണ്ടരീകാക്ഷങ്കൽ എന്നു ചൊല്ലും ജനം. നിർഗുണനീശ്വരൻ നിശ്ചലൻ നിർമ്മലൻ നിഷ്കളൻ സച്ചിദാനന്ദരൂപൻ പരൻ. വിശ്വശരാചരതാപസ സഞ്ജയ സ്വാശയം സ്വാധീനമല്ലോ വശേസ്ഥിതം. ചൊല്ലുവൻ ആദിനാരായണൻ തന്നെ ചൊല്ലുള്ള ലക്ഷണ ഭേദം ധരിക്ക നീ. ഉൽപ്പത്തിയും സ്ഥിതി സംഹാരമാവൃത്തി തൽപ്രകാശം നിയമം ബന്ധുമോക്ഷവും വൃത്തികളാറുമീ വണ്ണം ധരിക്കടോ നിത്യമീ ബ്രഹ്മമെന്നത്രേ പറയുന്നു. ബ്രഹ്മനും വിപ്രനും വേദത്തിനും തഥാ ബ്രഹ്മശബ്ദോപവാദം ഭവിച്ചിടുന്നു. സാക്ഷാൽ പരബ്രഹ്മമാകുന്നതു വിഷ്ണു സാക്ഷിയാകുന്നവൻ സർവവിശ്വങ്ങൾക്കും അന്യദേവന്മാർക്കും അംശമോരോന്നുണ്ട്. ധന്യശാസ്ത്രങ്ങളാൽ ബ്രഹ്മമറിയുന്നു. വേദസ്മൃതി പുരാണേതിഹാസാദിയാം വേദസാരം പഞ്ചരാത്രാഗമം പിന്നെ ശ്രീഭാരതാദിയാം ശാസ്ത്രങ്ങളെ കൊണ്ടു ശ്രീപതി തന്നെയും ഒട്ടറിയാം സഖേ. വേദാന്തം ഒഴിഞ്ഞാരു അറിവീല വേദസ്വരൂപനായിടുന്ന നാഥനെ. ഇന്ദ്രിയ ഗ്രാമാനുമാനങ്ങളെ കൊണ്ടു ഇന്ദിരേശം അറിയുന്നതെല്ലാരുമേ. നാനാവതാര ഗുണ കഥാജാലങ്ങൾ മാനസത്താൽ അറിഞ്ഞുള്ള മഹാജനം. തദ്വശവൃത്തികൾ മെല്ലെ ക്രമത്തിനാൽ ഉത്തമന്മാരായി ഭവിക്കുമറിയുക നീ. നാഥൻ മഹാത്മാമതിശയ ഭേദവും സാദരം കേൾക്ക കിരാത മഹാമതേ. ദേവമുനി പുതുജന്തുക്കളിൽ ഓരോ കേവലം ഏകൈക ശക്തി സ്ഥിതമായി. ആഗവൻ ആദ്യാനുമാനങ്ങളെ കൊണ്ടുമാകിലോ സാക്ഷാൽ അറിവാനുര ചെയ്യാം. ബോധം സുഖം ബലമിത്യാദി സർവവും അതോ നരോത്തമനാൾ നൃപനോർക്ക നീ. പിന്നെ നരനാൾ സതഗുണം ഭൂപനു ചൊന്നവയെല്ലാം സതഗുണം ഭൂപനാൾ. ധന്യരാം മാനുഷ ഗന്ധർവന്മാർക്കെടോ മർത്യഗന്ധർവനാൾ 100 ഗുണമേറും. ഉത്തമരാമനുജന്മാർക്കു സർവവും കർമ്മജ്ഞതത്വാഭിമാനി ദേവൻ തഥാ. നിർമ്മല വിപ്രമുനി വന്യമാർത്താണ്ഡ ഭൂയോ ഗുരുപ്രാണ ഇന്ദ്ര ശിവശംഭോ. ഭൂയോപി ബുദ്ധിയാകും മഹാമായയും തസ്മാൾ ഗത ഗുണിയും മഹാപ്രാണനും. വിസ്മയപ്രാണിഭാരം കിഞ്ചിലില്ലടോ സർവപ്രതിഷ്ഠിതം പ്രാണങ്കലാകുന്നു. സർവവും വിശ്വവും പ്രാണാൽ ജനിക്കുന്നു പ്രാണാത്മകം ജഗൽ പ്രാണ സംരോധത. കാണടോ സൂത്രം കണക്കെ നിന്നിടുന്നു ലക്ഷ്മി കടാക്ഷമതി ബലം ജീവനു. ലക്ഷ്മി മുകുന്ദാനുകമ്പ ബലാനിതം കസ്യൽ പുമാൻ വിഷ്ണു തുല്യനായില്ലഹോ. നിശ്ചയം പിന്നെ നിരൂപിക്ക വേണമോ തന്മൊഴി ഇങ്ങനെ കേട്ടു കിരാതനും. നന്മയിൽ ചോദിച്ചു കൊണ്ടാൻ മുനിയോടു ചൊൽക്കണ്ട സർവദേവന്മാരാലെങ്ങനെ. മുഖ്യത മാരുതനെന്നു കേൾപ്പിക്കണം മുഖ്യനാമ മുനിയപ്പോൾ അരുൾ ചെയ്തു. കേൾക്ക നീ എങ്കിൽ അതിൻ പ്രകാരം സഖേ. സർവജ്ഞനായ നാരായണൻ പണ്ടടോ സർവജഗത്തെയും സൃഷ്ടിച്ചു കൊണ്ടവൻ നാനാജനത്തിനും നായകൻ നാൻമുഖൻ. നൂനമരുൾ ചെയ്തു മാനവനിങ്ങനെ പിന്നെ സമസ്ത സുരരോടരുൾ ചെയ്തു. മന്ദസ്മിതം ചെയ്തു മാനവനാദരാൽ യുഷ്മാസു ശക്തിയുപാധിപനാകേണം. ഭീഷ്മനാകുന്നതാരെന്നതു ചിന്തിച്ചു ചൊല്ലേണമെന്നതു കേട്ടു സുജനം.
എല്ലാവരും ഒത്തു ചൊന്നാർ പലതരം. സൂര്യനെന്നും ചിലർ, ശുക്രനെന്നും ചിലർ, സൂര്യജൻ കാലനെന്നും ചിലർ ചൊല്ലിനാ. സർവഗുണസ്ഥിത ശക്തനാരെന്നതോ സർവദേവന്മാർക്കറിഞ്ഞു കൂടായകയാൾ മംഗല ദേവതാനാഥനുണർത്തിച്ചു. ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നു കൂപ്പിനാർ ദിവ്യരാം നിങ്ങളീ കായത്തിൽ നിന്നുടൻ. വെവ്വേറെ വാങ്ങുവിൻ എന്നാൽ അറിഞ്ഞിടാം, യാതൊരുത്തൻ വാങ്ങിയാൽ ഈ ശരീരവും സ്വാധീനമല്ലാതെ കാണാം. അതു നേരം നിശ്ചയിക്കാമെന്നരുൾ ചെയ്ത നേരത്തു സമീരന്മാർ ഗമിച്ചിടിനാർ. വെവ്വേറെ പ്രാണനൊടിച്ചതു ശരീരവും വീണിതു നിശ്ചേഷ്ട കാഷ്ടസമാനമായി. അന്നേരമെല്ലാവരും ഗ്രഹിച്ചിടിനാർ മാന്യനായുള്ളവന്മാരുതൻ താനെന്നു. ദേവകളിൽ യുവരാജൻ സദാഗതി ഏവമരുൾ ചെയ്തു മന്ദസ്മിതാന്വിതം. നിങ്ങളും മുന്നേതുപോലെ അകമ്പൂക എന്നതു കേട്ടു ശരീരം പ്രവേശിച്ചു. പ്രാണപ്രവേശകാലത്തെഴുന്നേറ്റിതു പ്രാണനതു മൂലം വിഖ്യാതനായതു. വിംശതധ്യായവും ഈരിതമായതു ആശയാ കേൾക്ക നീ ശേഷമശേഷവും. ഇതി വൈശാഖമാഹാത്മ്യേ വിംശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.